ഇപ്പൊ എൻ്റെ ഉമ്മാക്ക് ഇപ്പൊ ഒരു 1.5 വർഷം മുമ്പ് ഒരു ട്യൂമർ വന്നു, വയറ്റിനുള്ളിൽ കുടലിൽ ട്യൂമർ വന്നു. അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കീമോ ഒക്കെ ചെയ്ത് പറ്റ ക്ഷീണിച്ച് തളർന്ന് വീട്ടിൽ കിടപ്പിലായി. അപ്പൊ എല്ലാവരും ഭയപ്പെട്ടൊരു സമയം കൂടിയായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ വയ്യ. അങ്ങനത്തെ രീതിയിൽ വന്ന സമയത്ത് ഞാൻ ബൈസാം സാറിനോട് ചോദിച്ചിട്ട് നമ്മൾ 95 കൊടുത്തു. 95 ഒരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് കഴിച്ച സമയത്ത് ഉമ്മക്കാര് 65-67 വയസ്സ് പ്രായമുള്ളൂ. പക്ഷെ മുമ്പ് നല്ല ആരോഗ്യമുള്ള ആളാണ്, എല്ലാ ജോലിയും ചെയ്തിരുന്ന ആളാണ്. പക്ഷെ അസുഖം വന്നപ്പോൾ പറ്റ കിടപ്പിലായി. എന്തായിരുന്നാലും ഈ 3 മാസം നമ്മൾ 95 കൊടുത്ത സമയത്ത് ഉമ്മ പഴയ പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി, പിന്നെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. എല്ലാ വീട്ടുപണികളും ഉമ്മ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്റെ വൈഫിനൊരു ഊരവേദന ഉണ്ടായിരുന്നു, ഒരു ബാക്ക് പെയിന്. പിന്നെ 2-3 വർഷത്തോളമായിട്ട് അസുഖമുണ്ട്. അപ്പൊ ഞങ്ങൾ കുറെ ചികിത്സ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മാറ്റമല്ല. അങ്ങനെ അപ്പൊ അതിനൊക്കെ അതിൽ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്ന് ഉപയോഗിക്കാന്ന് പിന്നെ തീരുമാനിച്ചു. അതായത് നമ്മളെ ചാമ്പി തൈലം അപ്പോ നമുക്ക് പിന്നെ പ്രൊഡക്റ്റ് ഇങ്ങനെ ക്യാപ്സൂൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കഴിക്കാൻ പേടിയാണ്. കാരണം മരുന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ, ഡോക്ടറൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയിൽ വൈഫിനും പേടിയാണ്, എനിക്കും പേടിയുണ്ട്. അപ്പോൾ ആദ്യം തൈലം ഒന്ന് ഉപയോഗിക്കാന്നുള്ള രീതിയിൽ തൈലം ഉപയോഗിച്ച് നോക്കി. അപ്പൊ ഒരു 1-2 ആഴ്ച ഉപയോഗിച്ചപ്പോ വേദന ഒന്ന് കൂടുകയാണ് ചെയ്തത്. പിന്നെ അപ്പൊ നമ്മള് സാറിനോട് പറഞ്ഞു ഇങ്ങനെ വേദന കൂടിയിരിക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾ ആദ്യം പോയിട്ട് പിന്നെ ഡോക്ടറെ കണ്ട് സ്കാനിങ് എന്തെങ്കിലും എടുത്തിന്ന് ചോദിച്ചു, എക്സ്റേ അങ്ങനെ എന്തെങ്കിലും എടുത്തിന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു. എന്നാൽ ഡോക്ടറോട് പോയിട്ട് അങ്ങനെ ഒരു എക്സ്റേ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് അപ്പൊ എടുത്തപ്പോ പിന്നെ പറഞ്ഞു ഡിസ്ക് ബൾജിങ് ആണ്, കുറച്ച് അകൽച്ച ഉണ്ട്, അപ്പോ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. അപ്പൊ അത് ഞാൻ പിന്നെ സാറിനോട് വന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സാറ് നമ്മളെ സ്പൈർലിന ഗോൾഡ്, അതുപോലെ നോവേദന ക്യാപ്സൂള്, ഒരു നാക്സിയം ക്യാപ്സൂൾ 1 മാസം, അങ്ങനെ 3 ക്യാപ്സൂള് വീതം ഒരു നാക്സിയം 1 മാസമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി 2-3 മാസം കണ്ടിന്യൂ ആയിട്ട് കഴിച്ചു. അപ്പൊ ഈ ക്യാപ്സൂൾ തന്നെ കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന കൂടി. അപ്പൊ പിന്നെയും വൈഫ് പറഞ്ഞു ഞാൻ കഴിക്കൂല, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. അപ്പൊ സാറിനോട് പറഞ്ഞു വേദന കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറയാനുള്ളതാണ്, കൂടിയ ആളുകൾക്കാണ് പെട്ടെന്ന് ഫലം കിട്ടാറുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു 3-4 ദിവസം വേദന ഉണ്ടാവും, അതൊന്ന് സഹിച്ചിട്ട് വൈഫിനോട് കഴിക്കാൻ പറയുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ നിർബന്ധിച്ചിട്ടാണ് കഴിപ്പിച്ചത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന് വേദന കുറഞ്ഞു വന്നു. ഒരു മാസമൊക്കെ ആയപ്പോഴേക്ക് വേദന കംപ്ലീറ്റ് മാറി. 2 മാസമൊക്കെ ആയപ്പോൾ പറ്റ വേദന മാറി. എന്നാലും ഒരു 3 മാസത്തെ കോഴ്സ് ഉണ്ട്, എന്തായാലും കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞ സാറ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ 3 മാസം അത് കഴിച്ചു. പിന്നെ അൽഹംദുലില്ലാഹ് അപ്പോൾ 4 വർഷത്തോളമായി ഇന്ന് വരെ പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വേദന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു അയൽവാസി, ഒരു ലേഡി, അവര് മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഭൃംഗരാജ് വാങ്ങി. മുടി കൊഴിച്ചിൽ ക്ലാസ് കേട്ടപ്പോ മുടി കൊഴിച്ചിലിന്റെ ഒരു ഓയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് വാങ്ങി. അപ്പൊ സത്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവുക. അന്ന് വൈഫിന്റെ റിസൾട്ട് കിട്ടിയില്ല കേട്ടോ, അതിന്റെ മുമ്പാണിത്. അപ്പൊ എന്താവും എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ കാണുമ്പോഴൊക്കെ മാറി മാറി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരെന്നോട് വിളിക്കുന്നുണ്ട്, ഒരു എണ്ണയും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു മോൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ഫലം കാണുന്നുണ്ട്, അപ്പൊ എന്റെ അനിയത്തിക്ക് ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനാണ് കാരണം. അപ്പൊ നമുക്ക് സമാധാനമായി. അപ്പൊ പ്രൊഡക്റ്റ് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലായി. വേറെ ഒരു സുഹൃത്തുണ്ട്, കൂടെ പഠിച്ച ആളാണ്, അവൻ പ്രവാസിയാണ്. അപ്പൊ അവന്റെ ഒരു മോനുണ്ട്, അവന് ഒരു 10-12 വയസ്സുണ്ട്. അപ്പൊ ഈ കുട്ടിന്റെ കാലിന്റെ പുറം ഭാഗത്ത് ഈ ഒരു ചൊറി, അലർജിന്റെ ചൊറിയാണ്. അപ്പൊ അതിന് 3-ാമത്തെ വയസ്സ് തുടങ്ങിയതാണ് ഈ ചൊറി. അപ്പൊ അത് ഒരുപാട് ചികിത്സ അവർ ചെയ്തിട്ടുണ്ട്, നല്ല പൈസ ഉള്ള ടീം തന്നെയാണ്. എത്ര ചികിത്സ ചെയ്തിട്ടും ഇത് മാറുന്നില്ല. നമ്മൾ ഈ ഒരു ചേന കണ്ടല്ലോ, ചേന ചെത്തിയ പോലെ അപ്പൊ ഇപ്പോൾ ഇങ്ങനെ നീരൊലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ അവര് ഒരുപാട് ആയുർവേദം, ഹോമിയോ, ഇംഗ്ലീഷ്, അലോപ്പതി, അങ്ങനെ ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും മാറ്റല്ല. അപ്പൊ ഞങ്ങൾ കണ്ട സമയത്ത് കുട്ടിന്റെ ഉമ്മ പറഞ്ഞു ഞങ്ങള് തമിഴ്നാട്ടിലെ ഒരു വലിയൊരു ഡോക്ടർ ഉണ്ട്, അവിടെ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കി, ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കി, എന്നിട്ട് നിങ്ങൾ മാറ്റലേക്ക് അപ്പൊ പൊയ്ക്കൊണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വൂണ്ട് ഹീലിങ്ങും ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചു, നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഓയിൽമെന്റ് തീർന്നിട്ടുണ്ട്, ഒന്നുകൂടി വേണം. അപ്പോ എങ്ങനെയുണ്ട് ചോദിച്ചു. ചെറിയൊരു മാറ്റം ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കൊടുത്തു. അപ്പൊ നോക്കുമ്പോ പകുതിയോളം മാറിയിട്ടുണ്ട്, നല്ല ഉണക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് ചെന്നപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിന്റെ ഉമ്മ പറഞ്ഞു ഞങ്ങളെ മരുന്ന്
വല്ലാത്തൊരു മരുന്നാണ്. 8 വർഷമായി ഞാൻ ഈ കുട്ടീനെ ചികിത്സിക്കുന്നത്. ഇത്രയും കാലം ചികിത്സിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. അപ്പൊ ഇത് കംപ്ലീറ്റ് മാറിയല്ലോ, നല്ല മരുന്നാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ല പ്രശംസയൊക്കെ തന്നു. എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, അവന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് സ്ഥിരമായിട്ട് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏതൊരു ഡോക്ടറെയാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ ഇവനും തന്നെ പേടിയുണ്ട്, നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്ന് കഴിയുമ്പോൾ കഴിക്കാൻ പേടിയുണ്ട്. മരുന്ന് എന്നല്ല, നമ്മൾ സപ്ലിമെന്റ് ഒന്നും അപ്പോൾ നമുക്കറിയില്ലല്ലോ, തുടക്കത്തിലല്ലേ. അപ്പൊ അത് പറയാനും അറിയില്ല. എന്തായാലും ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ഓൻ എന്ത് ചെയ്തു, ഓന് മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഡോക്ടർ കാണാൻ പോയപ്പോ അത് കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇത് നല്ല ക്വാളിറ്റിയിലെ ഉൽപ്പന്നമാണ്, പ്രൊഡക്റ്റ് ആണ്, ഇത് നീ കഴിച്ചോ, ഞാൻ തരുന്ന മരുന്ന് നിനക്ക് തൽക്കാലം ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ കല്ല് പൊയ്ക്കോളും. കാരണം ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സ് ഈ ആയുഷിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഉള്ള കാര്യം അവനോട് പറഞ്ഞതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ വേറെ ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ, ഒരു 5 സ്റ്റോൺ ഉണ്ടായിരുന്നു. അതെന്റെ സുഹൃത്തിന്റെ പെങ്ങളെ മോനാണ്. അപ്പൊ അവന് ഡോക്ടറെ കണ്ടപ്പോ പെരിന്തൽമണ്ണയിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കിഡ്നിയിലും കൂടി ആയിട്ടാണ് കല്ല്, ഒന്ന് കിഡ്നിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ അത് പോരാൻ പ്രയാസമാണ്, എന്തായാലും ഓപ്പറേഷൻ വേണ്ടിവരും എന്ന് പറഞ്ഞൊരു കേസാണ്. അപ്പൊ നമ്മള് എന്തായാലും എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, പെങ്ങളെ മോനാണ്, എന്തായാലും അവന് കൊടുക്ക്, ഇത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ മാറ്റമില്ലെങ്കിൽ അപ്പൊ ഓപ്പറേഷത്തിന് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ 3 മാസം യൂറിഫ്രഷിന്റെ ക്യാപ്സൂളും ലിക്വിഡും കൊടുത്ത് ഒരു 3 മാസം കഴിഞ്ഞ് സ്കാനിങ് ചെയ്തപ്പോ അൽഹംദുലില്ലാ കല്ല് മുഴുവൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. അതുപോലെ തന്നെ എൻ്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ മൂത്തമ്മ എന്ന് പറഞ്ഞ ഞങ്ങൾ ഈ ഭാഗത്ത്, അപ്പോൾ അവർക്കും തന്നെ കൂടിയൊക്കെ നടക്കും, പക്ഷെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അങ്ങനെ അവർക്കും തന്നെ കൊടുത്ത് ഇപ്പൊ ആള് പിന്നെ അവന് വലിയ മോന്റെ വീട് ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ വണ്ടിയിൽ കൊണ്ടുപോകാറ് പതിവ് സാധാരണ. പക്ഷെ ഇപ്പൊ ആള് അങ്ങോട്ട് നടന്നു പോകും, 1/2 കിലോമീറ്റർ ദൂരം ഒറ്റക്ക് നടന്നു പോകുന്നുള്ളതാണ്. അപ്പൊ അത്രയും റിസൾട്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് നിന്നും റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കവചപ്രാശത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളെ കോവിഡിന്റെ ഒരു സമയമാണല്ലോ. അപ്പൊ ഞങ്ങള് വീട്ടിൽ കവചപ്രാശം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സത്യത്തിൽ എൻ്റെ വൈഫിനൊക്കെ സാധാരണ ഒരു പനി വന്നാല് ഭയങ്കര ക്ഷീണാണ്, പെട്ടെന്ന് കിടക്കും, ഒരു പണിയൊന്നും എടുക്കാൻ പറ്റൂല, അങ്ങനത്തെ ക്ഷീണം ഉണ്ടാവും. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പനി വന്നു, ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവാണ്. പക്ഷെ അതിൻ്റെതായ ഒരു ക്ഷീണോ ഒന്നും ഉണ്ടായിരുന്നില്ല. വൈഫൊക്കെ എല്ലാ പണിയെടുത്ത് നടക്കുന്നു. അപ്പൊ അതിന്റെ കവചപ്രാശത്തിന്റെ റിസൾട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെ പുറത്തുനിന്ന് നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ എൻ്റെ ഒരു സുഹൃത്തിന്റെ അനിയന്റെ ഭാര്യ ഉണ്ട്, ഒരു ടീച്ചർ, ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറാണ്. അവർക്ക് ഈ അലർജിയാണ്, പൊടി നമുക്ക് അടിച്ചു വാരുക അല്ലെങ്കിൽ മാറാല തട്ടുക അങ്ങനെ ചെയ്താൽ ഭയങ്കര അലർജിന്റെ പ്രശ്നം. അപ്പൊ അവർക്ക് ഇത് കൊടുത്ത സമയത്ത് അവർ 2-3 ബോട്ടിൽ കഴിച്ചു, അവരെ അലർജി കംപ്ലീറ്റ് മാറി. അങ്ങനെ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സിന് ഈ പ്രശ്നങ്ങളുണ്ട്. അവർക്കും തന്നെ അവർ റെക്കമെൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് ഒരു 30ഓളം കവചപ്രാശം അവർ വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഇതാണ്, ഓരോ പ്രൊഡക്റ്റും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ റിസൾട്ട് 100% നമ്മളത് ഗ്യാരണ്ടി ആണെന്നുള്ളതാണ്. പിന്നെ ആശ്വാസ് എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോന് 15 വയസ്സാണ് ഇപ്പൊ മോന്, രണ്ടാമത്തെ മോന്. അവന് 2ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതായിരുന്നു ശ്വാസം മുട്ട്. എല്ലാ മാസവും 1 മാസം വരുമ്പോ പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഈ മാസം പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാകുന്ന സമയത്താണ് ഈ മാസം വരിക, ഒരു വാവിന്റെ സമയത്ത്. അതേപോലെ തന്നെയാണ് ഉണ്ടാവാറ്, എല്ലാ മാസവും ആ കറക്റ്റ് ടൈമിൽ വരും. അപ്പൊ ഞങ്ങള് നേരം വെളുക്കട്ടെ എന്ന് വിചാരിക്കും, അത്രയും ബുദ്ധിമുട്ടുണ്ടാവും ശ്വാസം മുട്ടിൽ വന്നിട്ട്. പക്ഷെ നമ്മൾ ആശ്വാസ് ഒരു 2 ബോട്ടിൽ കഴിച്ച് ഇന്ന് അൽഹംദുലില്ലാ ഇന്ന് വരെ, പിന്നെ അതിന്റെ ശേഷം ശ്വാസം മുട്ടുണ്ടായില്ല, ഒരു 3 വർഷത്തോളായി. അപ്പൊ ഒക്കെ എല്ലാ പ്രൊഡക്റ്റിനും അത്രയും റിസൾട്ട് കിട്ടിയപ്പോ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അതുപോലെ ഇപ്പൊ ഞാൻ വേറെ നമ്മളെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ഒരു 18 വർഷത്തോളം ശ്വാസം മുട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവര് ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ, ആയുർവേദം ഒക്കെ മാറി മാറി പരീക്ഷിച്ചിട്ട് മാറാത്തൊരു കേസാണ്. അവർക്ക് ഇൻഹീലർ വലിക്കണം, എല്ലാ രാത്രിയും 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഇൻഹീലർ വലിച്ചാലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. അതുപോലെ തണുത്തൊരു ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഉറങ്ങാൻ പറ്റൂല, പിന്നെ കുടിക്കാൻ പറ്റൂല വൈകുന്നേരം, അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ നമ്മള് ആശ്വാസം കവചപ്രാശം കൊടുത്തിട്ട് ഇപ്പൊ അവരത് കംപ്ലീറ്റ് മാറി. ഇങ്ങനെ റിസൾട്ട് പറയുകയാണെങ്കിൽ വൈകുന്നേരം വരെ പറയാണ്ടാവും. ഇപ്പൊ മോൾക്ക് ഞാൻ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എന്നും മോണവീക്കം ഉണ്ടാവും, ഇടക്കിടക്ക് മോണവീക്കം വരും. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, 1 മാസത്തിൽ 1 പ്രാവശ്യം എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ച് ഇന്ന് വരെ പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.